വീണ്ടും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സോവറൻ വില്ലും മോറൽ വില്ലും രക്ഷാപദ്ധതിയോടും ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയോടും ബന്ധത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. അതിൻ്റെ തുടർച്ചയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒരു വശത്ത് പരമാധികാരിയായ ദൈവം കൽപ്പിക്കുമ്പോൾ അങ്ങനെ സ്ഥാപിതമാകുന്നു, അത് സോവറൻ വിൽ. മറുവശത്ത് ദൈവം ആഗ്രഹിച്ചിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുന്നില്ല, അത് ദൈവത്തിൻ്റെ മോറൽ വിൽ. സോവറൻ വില്ലിൽ എറ്റേണൽ പർപ്പസുകളാണ് ദൈവം ഫുൾഫിൽ ചെയ്യുന്നത്. അതാർക്കും ലംഘിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് വിധികളാണ്. എന്നാൽ മോറൽ വില്ല് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അവൻ മനുഷ്യന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് സോവറൻ വില്ലിലാണെങ്കിൽ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്നത് തൻ്റെ മോറൽ വില്ലിൽ താൻ എടുക്കുന്നതാണ്. വാതിക്കൽ നിന്ന് മുട്ടിയാലും തുറക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ വെളിച്ചം ഉണ്ടായിരിക്കും. ഈ രണ്ട് വില്ലും ഒരുപോലെ തന്നിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ചിന്തിച്ചത്, കർത്താവ് ആഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യനും രക്ഷപ്പെടണം, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ന്യായവിധി എന്നതോ വെളിച്ചം ഭൂമിയിലേക്ക് വന്നു എങ്കിലും മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിച്ചു. അപ്പം വെളിച്ചം ഭൂമിയിലേക്ക് വന്നു എങ്കിലും എല്ലാവരും വെളിച്ചം കാണുന്നില്ല. എല്ലാവരും വെളിച്ചം കാണാൻ കഴിയത്തില്ല. അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടതാ. അവർ ഇരുളിനെ സ്നേഹിച്ചു, അവർ വ്യക്തിപരമായ ഇരുളിനെ സ്നേഹിച്ചു. അപ്പം വെളിച്ചം വന്നപ്പോൾ എല്ലാവരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇരുട്ടിനെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോറൽ വില്ല് കമാൻഡ്മെന്റ്സ് ആണ്, സോവറൻ വില്ല് ഡിക്രിയാണ്. മോറൽ വില്ലിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. സോവറൻ വില്ലിൽ വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ തീർപ്പ്. മോറൽ വില്ലിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നത് താൻ ആഗ്രഹിക്കുമ്പോൾ, സോവറൻ വില്ലിൽ വളരെ ചുരുങ്ങിയ ഒരു കൂട്ടം ജനമാണ് പ്രീഡെസ്റ്റിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് തന്റെ ജനനത്തിങ്കിൽ വിളംബരം ചെയ്യുന്നത്. പക്ഷേ നരകത്തിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അപ്പൊ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാവും. സർവ്വജനത്തിനും മഹാസന്തോഷം ലഭിക്കുന്നില്ല. കാരണം മനുഷ്യൻ തെരഞ്ഞെടുക്കുകയും മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിയോട് എഗ്രി ചെയ്യുകയും ചെയ്യാതെ ദൈവത്തിന്റെ ആ വില്ല് മനുഷ്യന് നിവർത്തിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് മോറൽ വില്ലിനെ റിജക്റ്റ് ചെയ്യാം, ഡിസൊബേ ചെയ്യാം. ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ബന്ധം. റിലേഷൻഷിപ്പും ഫെലോഷിപ്പുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ദൈവം ആഗ്രഹിച്ചാലും അതിനോട് ഓപ്പോസിറ്റായി പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഇനിയും ഈ എക്സ്റ്റേണൽ വിൽ അല്ലെങ്കിൽ ഇന്റേണൽ വിൽ എന്ന തലത്തിൽ ഇതിനെ നമുക്കൊന്ന് കാണാം. എനിക്കൊരു ജോലി ആവശ്യമാണ്. ഞാൻ ജോലി അന്വേഷിച്ചു, എനിക്ക് ജോലി കിട്ടി. ഞാൻ ജോലി അന്വേഷിച്ചു, ഞാൻ ജോലി ആഗ്രഹിച്ചു. ഞാൻ ജോലി അന്വേഷിക്കാൻ കാരണം എനിക്ക് പൈസ വേണം. എന്തിനാണ്? എൻ്റെ കുടുംബത്തെ പുലർത്താൻ. അപ്പം എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി കിടക്കുന്നത് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട്, എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ജോലി ചെയ്തേ പറ്റൂ. ഒരു ഉദാഹരണമായിട്ട് പറയുന്ന പരിമിതിയുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ അതിനേക്കാളും എനിക്ക് കൺസേൺ ആയ മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ ഫോക്കസ് ചെയ്യേണ്ട ഇമോഷണലായ മറ്റൊരു കാര്യമുണ്ട്. അത് എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അവർ പട്ടിണി കിടക്കരുത്. അപ്പോൾ ജോലി ചെയ്യുക എന്നത് എൻ്റെ എക്സ്റ്റേണൽ വില്ല. എൻ്റെ ഇന്റേണൽ വിൽ എൻ്റെ കുടുംബത്തെ പുലർത്തുക എന്നതാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ വില്ല്
സൃഷ്ടിപ്പിലുണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചം, സൂര്യൻ, ചന്ദ്രൻ, കര, ഭൂമി, വെള്ളം, സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ ഇവയൊക്കെ താൻ പറയുന്നു സൃഷ്ടിക്കപ്പെടുന്നു. എക്സ്റ്റേണലാണ്. പക്ഷെ അതല്ല തൻ്റെ കൺസിഡറേഷൻ. അതല്ല, മറ്റെന്തോ ആണ് തൻ്റെ കൺസിഡറേഷൻ. അതെന്താ? തന്നെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ഡെലിബറേറ്റായി സ്വന്തം ഇച്ഛയോടെ തന്നെ തിരഞ്ഞെടുക്കുകയും തന്നോടൊപ്പം കൂട്ടായ്മ കൂടുകയും ചെയ്യുന്ന ഒരു ജനമാണ്. ഇപ്പം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അത് എക്സ്റ്റേണൽ വില്ല. പക്ഷെ ദൈവത്തിന് വെട്ടം കാണാനല്ലോ അത്. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. പക്ഷെ ദൈവത്തിന് മുഖം കഴുകാനോ കുടിക്കാനോ അല്ലല്ലോ വെള്ളം. ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതൊക്കെ താൻ എക്സ്റ്റേണൽ വില്ലിൽ ചെയ്യുന്നത് തനിക്ക് മറ്റൊരു പരിഗണനയുണ്ട്. ശരിക്കും വെള്ളമോ സൂര്യനോ പ്രകാശമോ വായുവോ ശ്വാസമോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹി വാണ്ട്സ് ഫെലോഷിപ്പ്, ഹി വാണ്ട്സ് എ റിലേഷൻഷിപ്പ്. അപ്പം സോവറൻ വില്ലിൽ താൻ എക്സ്റ്റേണലി ചെയ്ത കാര്യങ്ങൾ മോറൽ വില്ലിൽ നമ്മുടെ ഇന്റേണലായി നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നടക്കാനായിട്ട് ദൈവം വിഭാവനം കൂടെ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകുന്നു. ഇപ്പം എവിടെ ജനിക്കണം, ആരുടെ മകനായി ജനിക്കണം, നിങ്ങളുടെ ജെൻഡർ ഏതായിരിക്കണം, മെയിലാണോ ഫീമെയിലാണോ, നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ ഏതാണ്, ഇവയൊന്നും നിങ്ങളുടെ സമ്മതത്തോടെ അല്ല ദൈവം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സോവറൻ വില്ലാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരമാണ്. അത് നിങ്ങളോട് ചോദിച്ചോട്ടോ, നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ടോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പെർമിഷൻ കൂടാതെ തൻ്റെ പരമാധികാര ഇച്ഛയിൽ ദൈവം അത് ചെയ്തപ്പോഴും ഞാൻ അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സിനാണ് ദൈവം വിട്ടു തന്നിരിക്കുന്നത്. ഞാൻ മെയിലാകണോ ഫീമെയിലാകണോ, ആരുടെ മകനായി ജനിക്കണം, എവിടെ ജനിക്കണം, ഏത് തലമുറയിൽ ജനിക്കണം, ഏത് കാലത്ത് ജനിക്കണമെന്ന് സ്വന്തം ഇഷ്ടത്തെ തീരുമാനിച്ച ദൈവം എൻ്റെ രക്ഷയുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടത്തിലല്ല അത് ചെയ്യുന്നത്. എൻ്റെയും കൂടെ സഹകരണത്തിലാണ്, എൻ്റെയും കൂടെ തീരുമാനത്തിലാണ്, എൻ്റെയും കൂടെ പ്രതികരണത്തിലാണ്. അപ്പം സോവറൻ വിൽ, എക്സ്റ്റേണലായ വില്ല് താൻ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിലുള്ള മറ്റൊരു കൺസേൺ, ഇന്റേണൽ വിൽ, മോറൽ വിൽ, അതെന്തിനാണ്? തനിക്കൊരു കൂട്ടം ജനത്തെ ലഭിക്കാൻ. ഫീമെയിലാണോ മെയിലാണോ എന്നുള്ളതൊന്നും കർത്താവിനൊരു ബാധകമല്ല. എവിടെ ജനിച്ചു എന്നുള്ളതും ഡസൻ മാറ്റർ. പക്ഷെ ഞാൻ അവനെ സ്നേഹിക്കുകയോ സ്വീകരിക്കുകയോ എന്നുള്ളതാണ് അവന് മാറ്ററായിരിക്കുന്നത്. അപ്പം സോവറൻ വില്ലിൽ താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നടുവിൽ തനിക്ക് കൺസേൺ ആയ കാര്യം നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതാണ് മോറൽ വില്ലിലൂടെ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇടപെടാതെ മനുഷ്യരുടെ പുറകെ നടക്കുന്നത്. വചനം നൽകി പിന്മാറിയിട്ടും റെബലിയനായിട്ടും ഇസ്രായേൽ മക്കൾ എത്രയോ പ്രാവശ്യമാണ് അല്ലേ കനാനിൽ അവരെല്ലാവരും കനാനിൽ എത്തണമായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അവരെല്ലാവരും കനാനിൽ എത്തിയില്ല. സോ വാട്ട് ഹി ഡിസയർ ഈസ് നോട്ട് ഹാപ്പൻ. അവരാരും മരുഭൂമി പെട്ടുപോകണമെന്ന് ആഗ്രഹിച്ചല്ലല്ലോ അവരെ വിടുവിച്ചത്. പക്ഷേ അവൻ്റെ ആ ആഗ്രഹം നിറവേറാതെ പോയത് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള ആ അവസരം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം എക്സ്റ്റേണൽ വില്ല് ഇവിടെ ആക്റ്റീവായിരിക്കുന്നു. അപ്പോൾ തന്നെ ഇന്റേണൽ വില്ലാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. സൂര്യനെ സൃഷ്ടിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ രക്ഷ കൊണ്ടുവരാൻ പറ്റത്തില്ല. വെള്ളം ഒരുമിച്ച് കൂടി സമുദ്രമുണ്ടാകട്ടെ എന്ന് വിളംബരം ചെയ്തതുപോലെ, ഡിക്ലെയർ ചെയ്തതുപോലെ ദൈവത്തിന് എന്നെ വീണ്ടും ജനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു മോറൽ വില്ലാണ്. അതെന്നിൽ സ്വഭാവം കൊണ്ടുവരേണ്ടതാണ്, എന്നിൽ ദൈവഭക്തി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അപ്പം അത് ദൈവം പേഷ്യൻസോടെ കാത്തിരിക്കുകയാണ്. ഇപ്പം നമുക്കിതിന് ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, ഞാനൊരു ഒരു ഫിലോസഫർ അദ്ദേഹം പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ വളരെ സ്ട്രിക്റ്റായ ഒരു മനുഷ്യനാണ്, വളരെ മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യുന്ന, മനുഷ്യരുടെ മുമ്പിൽ വളരെ വെൽ ഡിസിപ്ലിൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ
അവർക്ക് ആഹാരം അവിടെ വാങ്ങിച്ചു കൊടുക്കാൻ അവരെ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരെങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, മാനേഴ്സ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അവിടെ ആഹാരം കഴിക്കുമ്പോൾ ദേഹത്തൊന്നും വീഴരുത്, ഇതെല്ലാം പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഹോട്ടലിൽ ചെന്നപ്പോൾ അവരങ്ങോട്ട് കൊണ്ട് ഓടി നടക്കുകയും ശബ്ദമുണ്ടാക്കുകയും ആഹാരം കഴിച്ചപ്പോൾ അവർക്ക് ആ പ്രോപ്പർ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ കഴിയാതെ ആഹാരം അവരുടെ ദേഹത്ത് വീഴുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അവരെ ഭയങ്കരമായിട്ട് ശകാരിച്ചു. അവരുടെ മുകളിൽ തട്ടിക്കേറി അവരെ സ്കോൾഡ് ചെയ്തു, അവർക്ക് പല്ല് കടിച്ചു. എല്ലാവരുടെ മുമ്പിൽ ആ പിള്ളേരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞു. കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് കുട്ടികൾ എല്ലാവരുടെ മുമ്പിൽ മാന്യമാകണം, പുള്ളിക്ക് ഒരു മാന്യതയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകരുത്, ആൾക്കാരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു പ്രശംസ, മാന്യത, അതേ താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ താൻ എക്സ്റ്റേണലായ ഒരു ഡിസയറാണ് ആ കുഞ്ഞുങ്ങളുടെ ഡിസിപ്ലിൻ എങ്കിൽ പല്ല് കടിക്കാനും ഷൗട്ട് ചെയ്യാനും സ്കോൾഡ് ചെയ്യാനും കോപം ഇറക്കി വെക്കാനും സ്പോട്ടിൽ അദ്ദേഹം ശ്രമിക്കും. കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് അവരുടെ ഗുഡ് ബിഹേവിയർ, അവരുടെ ഒരു ആക്റ്റാണ്, അവരുടെ ഒരു കണ്ടക്റ്റാണ്. ദേ ഡു ഗുഡ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നു, കാറയിലും അദ്ദേഹം ഭയങ്കരമായിട്ട് സ്കോൾഡ് ചെയ്യുന്നു, വീട്ടിൽ വന്ന് വടിയെടുത്ത് അടിക്കുന്നു. അപ്പോൾ എക്സ്റ്റേണലി അയാൾ ഫോഴ്സ് ചെയ്യുകയാണ് ഈ സ്വഭാവം മാനേഴ്സ് അവൻ്റെ ഉള്ളിലാണ്. എന്നാൽ മറിച്ച് മറ്റൊരു പിതാവ്, അദ്ദേഹം ഇതുപോലെ തന്നെ അവർ വെൽ മാനേഴ്സായി ബിഹേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുമായി ഹോട്ടലിൽ പോകുന്ന ആ പിതാവ്, അദ്ദേഹം അവരവിടെ മിസ്ബിഹേവ് ചെയ്യുമ്പോഴും ഒരുപക്ഷെ സ്പോട്ടിൽ അവരെ അടിക്കണമെന്നോ സ്കോൾഡ് ചെയ്യണമെന്നോ ചീത്ത വിളിക്കണമെന്നോ പല്ല് കടിക്കണമെന്നോ നിർബന്ധമില്ല. ഒരുപക്ഷെ മൈൽഡായി ശാസിച്ചെന്നിരിക്കാം. എന്നാൽ അദ്ദേഹം അവർ എങ്ങനെ പബ്ലിക്കിൽ എങ്ങനെ ആക്ട് ചെയ്യും, എങ്ങനെ വെൽ മാനേഴ്സായി ആക്ട് ചെയ്യും എന്നതിനേക്കാൾ അവരുടെ ഹൃദയത്തിൽ അവരെങ്ങനെ വെൽ മാനേഴ്സ് ഉള്ളവരായി തീരും എന്നതിനായിരിക്കും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം മറ്റേയാളെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ്, അയാൾക്ക് അവർ നന്നായി ചെയ്യണം. പക്ഷേ രണ്ടാമത്തെ പേരന്റ് അദ്ദേഹത്തിന് അവർ നല്ല ബിഹേവിയർ ഉള്ളവരായി ഉള്ളിൽ ആയിത്തീരണം, പുറമെ അവർ ആക്ട് ചെയ്യുന്നവരായിട്ടല്ല. അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന ആ വ്യക്തി പേഷ്യൻ്റോടെ അവരോട് ക്ഷമിച്ച് അവർക്ക് അവസരം കൊടുത്ത് അവരുടെ മുകളിൽ അവരെ സ്കോൾഡ് ചെയ്യാതെ അവരെ ബോധ്യപ്പെടുത്തി കുറെ കൂടെ സാവധാനതയോടെ അവരുടെ ഉള്ളിൽ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ആൾ അവരുടെ പുറമെ അവർ അനുസരിക്കുന്നവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സ്കോൾഡ് ചെയ്യുകയും ഫോഴ്സ്ഫുൾ ആയിട്ട് അവരെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റേയാൾ അവരുടെ ഉള്ളിൽ ആ സ്വഭാവം, ആ മാനേഴ്സ് വരേണ്ടതുകൊണ്ട് അദ്ദേഹം പേഷ്യൻസുമായി ഒരുപക്ഷെ അവരുടെ നേരെ കയർക്കാതെ, അവരെ ഫോഴ്സ് ചെയ്യാതെ, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാതെ അവരോട് ഇടപെടുന്നു. എന്താണ് ദൈവം കമാൻഡ്മെന്റ്സിലൂടെ, ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ചെയ്യാൻ ആഗ്രഹിച്ചെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഒരു ക്യാരക്ടർ വരണം. അതുകൊണ്ട് നാം എങ്ങനെ ആക്ട് ചെയ്യുന്നു പുറമെ എന്നതല്ല അവന് ആഗ്രഹം, നാം എങ്ങനെ അകത്തായിരിക്കണം എന്നത് അവൻ ആഗ്രഹിച്ചിട്ട് നാം ഒരുപക്ഷെ ആ മാനേഴ്സ് കീപ്പ് ചെയ്യാത്തപ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ, വീഴുമ്പോൾ ദൈവം നമ്മളെ വലിച്ചെറിയുന്നില്ല, നശിപ്പിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. വീണ്ടും ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇന്റേണൽ വില്ലാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് വെളിച്ചമുണ്ടാകട്ടെ എന്നതുപോലെ കൽപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം സ്നേഹം, ഈ ഗുഡ്നെസ് കം ത്രൂ ചോയ്സ് എന്നാണ് പറയുന്നത്. നന്മ വരണമെങ്കിൽ ചോയ്സ് ഉണ്ടാകണം, മനുഷ്യനോടുള്ള ബന്ധത്തില്ല. ദൈവഭക്തി വളരണമെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസരം ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടിക്ക് വീഴാനും കുട്ടിക്ക് ഒരുപക്ഷെ മിസ്ബിഹേവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം സ്കോൾഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവവചനം ഇസ്രായേൽ മക്കൾ പലപ്പോഴും ലംഘിച്ചു, പക്ഷേ ദൈവം അവരെ വീണ്ടും 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 അവരെ പേഷ്യൻസോടെ കാത്തു. അവർക്കോട് ദയയും മാനസാന്തരവും കരുണയും ഒക്കെ അവർക്ക് വേണ്ടി ദൈവം നൽകി, അവർക്ക് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് നമ്മൾ വായിച്ചത് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. കാരണം ദൈവത്തിന് വേണ്ടത് ഒബീഡിയൻസിനേക്കാൾ ദൈവത്തിന് വേണ്ടത് ദൈവത്തെ അകത്ത് അനുസരിക്കുന്ന പ്രകൃതമുള്ള ഒരു ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ വില്ല് ഡിമാൻഡ് ചെയ്യുന്നത് ഇമീഡിയറ്റ് ആയ റിസൾട്ടാണ്. അതാ ആദ്യത്തെ പിതാവ് ചെയ്തത്. അവിടെ വെച്ച് തന്നെ അവരെ സ്കോൾഡ് ചെയ്യുന്നു.
അവിടെ വെച്ച് തന്നെ ബിഹേവിയർ ശരിയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്റേണൽ വില്ല് ശരിക്കും പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ആ ക്യാരക്ടർ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സോവറൻ വില്ല് ഓവർ പവറിങ്. സോവറൻ വില്ല് എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ അന്നേരം തന്നെ നടന്നിരിക്കും. അപ്പോൾ സോവറൻ വില്ല് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ്. പക്ഷേ മോറൽ വില്ല് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആയ റെസ്പോൺസ് അല്ല, ഗ്രാജുവലായിട്ടായിരിക്കും വരുന്നത്. അത് ഓക്കെ. അപ്പം പിതാവ് ആഗ്രഹിക്കുന്നത് ഒരു ഗ്രോത്താണ്, ഒരു മച്യൂരിറ്റിയാണ്, ഒരു ക്യാരക്ടർ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിന് ഇമീഡിയറ്റ് ആയ റെസ്പോൺസ് ഉണ്ടായിരുന്നിരിക്കത്തില്ല, ഗ്രാജുവലായ റെസ്പോൺസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും ഒക്കെ ലംഘിച്ചപ്പോഴും ദൈവം സ്പോട്ടിൽ അവരെ കൊല്ലുവോ അടിക്കുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ചില പ്രത്യേക കേസുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇടപെടാതെ കൈനീട്ടി. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കാൻ മനസ്സുണ്ടായിരുന്നു. അവർക്കോ മനസ്സായില്ല. ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം അവനെ ലംഘിച്ചു, അവൻ്റെ കൽപ്പനകളെ ലംഘിച്ചു. 40 ആണ്ട് ആ തലമുറയോട് എനിക്ക് നീരസമുണ്ടായിരുന്നു. അവർ തൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടു. എന്നിട്ടും ദൈവം കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഹൃദയത്തിലെ ആ വലിയ ആഗ്രഹം, നാം ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. തനിക്കായിട്ട് ഡെലിബറേറ്റായി ഹൃദയംഗമായി തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാണ്, ക്യാരക്ടർ ഉള്ള ഒരു കൂട്ടരെ വേണ്ടി. കാരണം അവനൊരു മോറൽ ബീയിങ് ആയതുകൊണ്ട് അവനോട് തത്തുല്യമായി തൻ്റെ പുത്രനോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരെ തനിക്ക് വേണമെങ്കിൽ താൻ ആ സോവറൻ വില്ലിലല്ല, താൻ മോറൽ വില്ലിലാണ് മനുഷ്യനോട് ഇടപെടുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം ലംഘിക്കപ്പെടും. എല്ലാവരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചാലും അത് നടക്കത്തില്ല. നമ്മൾ 1 തിമോത്തിയോസ് 2:4 പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാൻ അവൻ ഇച്ഛിക്കുന്നു. അപ്പം നമുക്ക് തോന്നിയത് ദൈവം ഒരു നുണ പറയുന്നതല്ലേ. എല്ലാവരും രക്ഷിക്കപ്പെടുന്നുമില്ല, എല്ലാവരും പരിജ്ഞാനത്തിലെത്തുന്നില്ല, കുറച്ചു പേരേ ഉള്ളൂ. പക്ഷേ അവൻ ആഗ്രഹിക്കുന്നു. ഈ വെറുതെ ആഗ്രഹിക്കുകയാണോ? അല്ല, അതവൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇനിയും 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 23, 24, 25, 26 വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ചും അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ദൈവപരിജ്ഞാനത്തിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്ന ദൈവ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ അവന് ശക്തിയില്ലേ? ഏത് കാര്യവും പ്രസ്താവിക്കുമ്പോൾ തന്നെ സംഭവിപ്പിക്കാൻ കഴിയുന്ന പരമാധികാരിയായ കർത്താവ്, പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ ദൈവം എന്ന് വെച്ച് കാത്തിരുന്നവരെ സൗമ്യതയോടെ പഠിപ്പിക്കുക. അപ്പോൾ വാട്ട് ഹി ഡിസയർ, അവൻ ഡിസയർ ചെയ്യുന്നത് ഒരു ഡിഗ്രിയിലൂടെ സ്ഥാപിച്ചെടുക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് ഒരു തീർപ്പിലൂടെ, തൻ്റെ കൽപ്പനയുടെ കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സ്വാഭാവികമായി അവരുടെ ഉള്ളിൽ വളർന്നു വരേണ്ടതാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പിതാവ് ക്യാരക്ടർ ഇന്റേണലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അവന് പ്രധാനമല്ല. അവൻ ഓൺ ദ സ്പോട്ടിൽ ഒരുപക്ഷെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. അവൻ ഗ്രോത്തും മെച്യൂരിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ പേഷ്യൻസോടെ കാത്തിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ അപ്പൻ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരെ അടിക്കുകയും അവരെ സ്കോൾഡ് ചെയ്യുകയും അവരെ ഫോഴ്സ് ചെയ്യുകയും അവരെ മാനിപ്പുലേറ്റ് ചെയ്യും, അവരുടെ മുകളിൽ തൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും ചെയ്യത്തില്ല. കാരണം ആ സ്പോട്ടിലുള്ള ചേഞ്ചിനേക്കാൾ ആന്തരികമായ ഒരു ചേഞ്ചാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ ദൈവം ലൈറ്റ് ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായി. പക്ഷേ ഞാൻ വിശുദ്ധനായിരിക്കുന്നവരെ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ എന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല ഉണ്ടാകുന്നത്. സോ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായതുപോലെയല്ല, നിങ്ങൾ
വിശുദ്ധരായിട്ട് എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത്. ഇതിന് ഒരു പ്രോസസ്സാണ്. ഇതുകൊണ്ടാണ് ദൈവം നമുക്കൊരു പ്രസാദകാലം തന്നിരിക്കുന്നത്. ഈ പ്രസാദകാലം തന്നിരിക്കുന്നത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സിനാണ്, റിലേഷൻഷിപ്പിന്, ഫെലോഷിപ്പിന്. അത് പെട്ടെന്ന് കർത്താവിനെ സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ശരിക്കും ദൈവം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവം കൽപ്പനകൾ തന്നപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ആ കൽപ്പനകൾ നാം ചെയ്യുന്നവരാകുക എന്നുള്ളതല്ല. ആ കൽപ്പനകൾ കൂടെ നമ്മൾ ടു ബി ഗുഡ് ആണ്. ദൈവ കമാൻഡ്മെന്റ് തരുമ്പോൾ ടു ഡു ഗുഡ് എന്നതല്ല കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവ് അതുകൊണ്ട് ടു ബി ഗുഡ്, അതായത് നന്മ ചെയ്യുന്നവരാകുക എന്നതല്ല തൻ്റെ കൽപ്പനയുടെ ഉദ്ദേശം. നന്മ ഉള്ളവരാകുക എന്നതാണ് തൻ്റെ കൽപ്പനയുടെ ഉദ്ദേശം. അപ്പോൾ ഈ തൻ്റെ പരമാധികാര ഇച്ഛയിൽ, സോവറൻ വില്ലിൽ താൻ മനുഷ്യനോട് ഇടപെടാൻ ശ്രമിച്ചാൽ അവന് നന്മ ചെയ്യുന്നവരെ കിട്ടും, പക്ഷെ നന്മയുള്ളവരെ ലഭിക്കണം നിർബന്ധമില്ല. ഇപ്പം വെള്ളമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ വെള്ളം ഉണ്ടാവും, നന്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാവും, പക്ഷെ നന്മ ചെയ്യുന്നവരുണ്ടാവും, നന്മയുള്ളവരല്ല. ടു ഡു ഗുഡ്, ടു ബി ഗുഡ് അല്ല. ടു ബി ഗുഡ് ആകണമെങ്കിൽ കർത്താവിന് പരമാധികാര ഇച്ഛയിൽ മനുഷ്യനോട് ഇടപെട്ടാൽ പോരാ, മോറൽ വില്ലിൽ ഇടപെടാൻ പറ്റുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ ദയ, ദീർഘക്ഷമ ഇവയെല്ലാം കർത്താവിന് ആവശ്യമാണ്. അപ്പോൾ ലെറ്റർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ നെഗോഷിയേഷൻ, അവിടെ ബാർഗെയിനിങ് ഇല്ല. പക്ഷേ എന്നോടുള്ള ബന്ധത്തിൽ അവൻ എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ വാതിക്കൽ നിന്ന് കൊട്ടുകയാണ്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ. സോ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനായി സ്തോത്രം. നമ്മളെ സ്വന്തമാക്കാനുള്ള അവൻ്റെ ആ വലിയ ദീർഘക്ഷമയ്ക്കായി സ്തോത്രം. പരമാധികാരി ആയിരിക്കുമ്പോഴും അവൻ തൻ്റെ ഹിതത്തെ ലംഘിക്കാൻ കഴിയത്തക്കവണ്ണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ഇച്ഛയെ വാല്യൂ ചെയ്ത് അതവന് മാറ്ററായി അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തനിക്ക് വേണ്ട ഒരു ജനത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബൈ ഫോഴ്സ് ദൈവം തൻ്റെ വിധികൾ എന്നിൽ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യുന്നവനാകും, പക്ഷേ അതിനപ്പുറം ഞാൻ ആയിത്തീരണം എന്നാഗ്രഹിക്കുന്നവൻ തൻ്റെ വിധികളിലൂടെയാണ് അവരോട് ഇടപെടുന്നത്. വളരെ ക്ഷമയോടും ദീർഘക്ഷമയോടും കൂടിയാണ്. ഓക്കെ, ഇത് സംബന്ധിച്ച് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആവർത്തന പുസ്തകം അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, അതിൻ്റെ 32-ാമത്തെ അധ്യായം, അതിൻ്റെ 39-ാമത്തെ വാക്യം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. ഞാൻ കൊല്ലുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. എന്താ എൻ്റെ ആഗ്രഹം? എല്ലാവരും ജീവൻ പ്രാപിക്കണമെന്നാണ്. ഞാൻ ജീവിപ്പിക്കാൻ ആഗ്രഹമുള്ളവനാണ്. അപ്പോൾ തന്നെ ഞാൻ കൊല്ലുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയിലാകപ്പെടും. ആരും നശിച്ചു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവിപ്പിക്കുന്നവനാണ്. പക്ഷെ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിലാകപ്പെടും. ഞാൻ കൊല്ലുന്നവനാണ്. അടുത്തത്, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. അതാ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചത്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനം തിരിഞ്ഞ് എന്നോട് യാചിക്കുമ്പോൾ ഞാൻ ഈ ദേശത്തെ സൗഖ്യമാക്കി നിങ്ങളുടെ പാപം ക്ഷമിക്കുകയും ചെയ്യും. ഞാൻ സൗഖ്യമാക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശൂന്യമാക്കും. ഞാൻ തകർക്കുന്നവനാണ്. ഒരിടത്ത് ദൈവത്തിൻ്റെ ഡിക്രി, മറുവശത്ത് ദൈവത്തിൻ്റെ ഡിസയർ. ഇത് ഒരുപോലെ നാം വേദോസത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കാണും. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഒരു എഡ്യൂക്കേഷൻ പോലെയാണ്. എഡ്യൂക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്,
ദൈവം ഒരു ഓണസ്റ്റ് എഡ്യൂക്കേഷൻ, നമ്മുടെ നന്മ, നമ്മുടെ വളർച്ച, അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട്. ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഇടപെടലിൻ്റെ അകത്തല്ല ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുന്നത് പോലെ തോന്നും. പക്ഷേ എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്മുടെ ചോയ്സിന് ഫ്രീഡം ഉണ്ട്. നിനക്ക് പഠിക്കാം, നിനക്ക് പഠിക്കണ്ട, പഠിച്ചില്ലേ നീ തോറ്റുപോകും, പഠിച്ചാൽ നിനക്ക് പ്രൊമോഷൻ ഉണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷൻ ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നത്. അത് സാവകാശം നമ്മുടെ ലൈഫിലോട്ട് ഇടപെടുക, സാവകാശം. എന്നാൽ മറ്റൊരു തലമുണ്ട്, ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും. ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് അത്രയും ശബ്ദകോലാഹലമില്ല, സൈലന്റാ. അത് വളരെ പാസീവായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് പതിയെ 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 നമ്മുടെ ഫ്രീഡം ഇല്ലാതാക്കും, നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സിനെ അത് നശിപ്പിക്കും. ബ്രെയിൻ വാഷിങ്ങിലൂടെ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടും. എഡ്യൂക്കേഷൻ നമ്മുടെ ഫ്രീഡത്തെ ഓണർ ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നു. എഡ്യൂക്കേഷന്റെ പിന്നിൽ ഒരു ഓണസ്റ്റി ഉണ്ട്. ബ്രെയിൻ വാഷിങ്ങിന്റെ പിന്നിൽ നമ്മളെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ ഫ്രീഡത്തെ ഇല്ലാതാക്കുക. ദൈവം തൻ്റെ വിധിന്യായങ്ങളിലൂടെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുകയല്ല, നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. നാം അടുത്ത ലെവലിലേക്ക് എത്തുവാനുള്ള ഒരു ഓണസ്റ്റായ സ്റ്റെപ്പാണ് ദൈവവചനത്തിൻ്റെത്. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ പിശാച് എന്താ ചെയ്യുന്നറിയോ? ബ്രെയിൻ വാഷിങ്. ബ്രെയിൻ വാഷിങ് വളരെ സാവകാശത്തില്ല, ശബ്ദങ്ങളില്ല, സാവധാനമാണ്, ശാന്തമാണ്. പക്ഷെ പതിയെ പതിയെ അത് എന്നിലേക്ക് ശക്തിയോടെ എൻ്റെ ഫ്രീഡത്തെ തകർക്കുന്നു. അങ്ങനെയാണല്ലോ ഹവ്വായെ പിശാച് ചതിച്ചത്. സോ ദൈവത്തിൻ്റെ വചനം ഒരു എഡ്യൂക്കേഷനായി നിൽക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒരു ബ്രെയിൻ വാഷിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദൈവം സീനായി മലയിൽ അവർക്ക് കൽപ്പന കൊടുത്തപ്പോഴും, യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് കൽപ്പനകളും ഉപദേശങ്ങളും തന്നപ്പോഴും താൻ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല പ്രതീക്ഷിച്ച്. അതുകൊണ്ടാണ് താൻ പല്ല് കടിച്ച് വടിയെടുത്ത് നമ്മളെ ഓങ്ങി സ്പോട്ടിൽ നമ്മളൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ കർത്താവ് ശ്രമിക്കാൻ. കാരണം അവൻ ആഗ്രഹിക്കുന്ന നിത്യമായി അവനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ്. അപ്പോൾ ശരിക്കും ദൈവം ഒത്തിരി കാര്യങ്ങൾ ഓർഡൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്സ് എന്തായിരിക്കണം, നമ്മുടെ പേരൻസ് എന്തായിരിക്കണം, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം, ഇതെല്ലാം ദൈവം ഓർഡൈൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ സ്നേഹിക്കണമെന്നുള്ളത് കർത്താവ് ഓർഡൈൻ ചെയ്യുന്നില്ല. അത് എൻ്റെ ചോയ്സാണ്, എൻ്റെ ചോയ്സാണ്. ഇന്ന സ്ഥലത്താണ് ഞാൻ ജനിക്കേണ്ടതെന്നുള്ളത് ദൈവം നേരത്തെ പ്രീ ഓർഡൈൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ സ്നേഹിക്കണം എന്നുള്ളത് കർത്താവ് പ്രീ ഓർഡൈൻ ചെയ്യുന്നില്ല. കാരണം അത് എന്നിൽ ആയിത്തീരണം. സോ തൻ്റെ മോറൽ വില്ലിലൂടെ താൻ എന്താണ് ആഗ്രഹിച്ചെന്നറിയാവോ? ഞാൻ പറയുന്നത് ചെയ്യുന്ന കുറെ പേരെ അല്ല എനിക്ക് വേണ്ടത്. പിന്നെ എന്താണ്? ഞാൻ പറയുന്നത് ആയിത്തീരുന്ന കുറെ പേരെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലംഘിക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നവരെ അല്ല ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് ആയിത്തീരുന്നവരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു പക്ഷേ 30 വർഷം ഒരു മനുഷ്യന്റെ പുറകെ ദൈവത്തിന് നടക്കേണ്ടി വന്നാലും ഹീസ് ഡൂയിങ് ഇറ്റ് ഫോർ അസ്. ഓ, ദൂരസ്ഥനായ ദൈവം, താൻ കൽപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ സ്ഥാപിക്കുന്ന ദൈവം, തൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ സമീപസ്ഥനായി വന്ന് നമുക്ക് പ്രസാദവർഷം നൽകി തൻ്റെ മോറൽ വില്ലിൽ അത് വയലേറ്റ് ചെയ്യുമ്പോഴും അത് ലംഘിക്കുമ്പോഴും ഉപേക്ഷിച്ച് കളയാതെ, പല്ല് കടിക്കാതെ, സ്കോൾഡ് ചെയ്യാതെ വീണ്ടും കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തൻ്റെ സ്വഭാവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്കായി, സ്നേഹത്തിനായി സ്തോത്രം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് കൽപ്പിച്ച് നമ്മളെ വിശുദ്ധരാക്കാം. പക്ഷേ അങ്ങനെ ദൈവത്തോട് താതാത്മ്യം പുലർത്തുന്ന ഒരു കൂട്ടം ജനത്തെ കിട്ടേണ്ടതിന് വേണ്ടി ഒരു വാക്കുകൊണ്ട് സൂര്യനെ സൃഷ്ടിച്ചവൻ ഒരായുസ് മനുഷ്യന് നൽകിക്കൊണ്ട് തൻ്റെ പുത്രന്റെ അനുരൂപതയിലേക്ക് അവർ വരാൻ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള കരുണയും നമ്മളെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശവും എത്ര മഹത്തായിരിക്കും. ഈ പ്രസാദ വർഷത്തിൽ നമുക്ക് അവൻ്റെ ദയയും ദീർഘക്ഷമയുടെ ഐശ്വര്യത്തെ നിരസിക്കാതെ, അവൻ്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു
എന്നറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ അവൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽപ്പാൻ ഉള്ള പരിജ്ഞാനവും വിഷ്ണവും ദൈവം നമുക്ക് നൽകട്ടെ. ദൈവത്തിന് ഒരു സോവറൻ വില്ലുണ്ട്, ദൈവത്തിന് ഒരു മോറൽ വില്ലുണ്ട്. സോവറൻ വില്ലിൽ താൻ സ്ഥാപിച്ചെടുക്കുന്ന കാര്യം പോലെ മോറൽ വില്ലിൽ താൻ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നില്ല. കാരണം അവന് ഈ സമയം അവസാനിക്കുമ്പോൾ ശരിക്കും അവന് വേണ്ടത് തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, തന്നെ പൂർണ്ണ ഇഷ്ടത്തിൽ സ്നേഹിക്കുന്ന, തന്നോടൊപ്പം വളരാൻ കഴിയുന്ന ഒരു ജനത്തെ താൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഹിതം ഇവിടെ നിറവേറാതെ പോകുമ്പോഴും അവൻ്റെ എറ്റേണൽ പർപ്പസ് അവൻ നിറവേറ്റും. നമുക്ക് ആ സ്വർഗത്തെയും ഭൂമിയെയും ദൈവം ഒന്നാക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൽ കാണപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ പ്രസാദവർഷം കർത്താവിൻ്റെ ഉദ്ദേശത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.